ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നും ഇതാ പതിവ് പോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് നമുക്ക് സ്കൂളുള്ള ദിവസമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ പോലീസിലെ യൂണിഫോം അയൺ ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം ഇതാ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. രാവിലത്തേക്കുള്ള ചായക്കടിയും കറിയും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് 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 തന്നെ റെഡിയാക്കണം. അങ്ങനെ ഇതാ ഓരോ സാധനങ്ങൾ ഞാൻ കഴുകി വാരി കുക്കറിലേക്ക് ഇടുകയാണ്. ഓരോരോ സാധനങ്ങളല്ല കേട്ടോ, കടലയും മമ്പയർ ഇന്ന് ഉപ്പേരിയാണ്. അപ്പം മമ്പയർ ഉപ്പേരിക്കുള്ളതൊക്കെ കുക്കറിലേക്ക് ഒന്ന് വെച്ചിട്ട് പെട്ടെന്ന് വിസിലടുപ്പിച്ചെടുത്താൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ ഒഴിച്ചുകറി ഇന്ന് മത്തങ്ങയാണ്. അങ്ങനെ ഇതാ മത്തൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി വെച്ചു. അതിന് ശേഷം ഇതാ പുട്ട് ചുടാൻ പോവുകയാണ്. ഞാൻ ഗ്ലാസ്സിലാണ് ട്ടോ അളന്ന് പുട്ടുപൊടി എടുക്കൽ, എന്നാലും എനിക്കൊരു അളവ് കറക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ പുട്ടുപൊടിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ച് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും കണ്ടോ നല്ല അടിപൊളി പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ പുട്ടും കുറ്റിയിലേക്കൊക്കെ മാറ്റി ഇതാണ്ട നല്ല ആവി പറക്കണ പുട്ട് റെഡിയാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ചായക്കടിയൊന്നും അല്ല കേട്ടോ പുട്ട്. പക്ഷെ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ദാ കടലക്കറിയൊക്കെ അടുത്ത അടുപ്പിൽ ഇങ്ങനെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടിച്ച് നമ്മുടെ അരപ്പും കൂടെ ഇട്ട് കടലയും കൂടെ ഇട്ട് നല്ലോണം തിളച്ച് കുറുകി വന്നാൽ ദാ നമ്മുടെ കടലക്കറിയും കൂടെ റെഡിയാണ്. എനിക്ക് പുട്ടും പഴവും ആട്ടോ ഇഷ്ടം, കടലക്കറിനോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ ദാ അടുക്കളയിൽ കുറച്ച് തുടയ്ക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് കൈയോടുകൂടി പെട്ടെന്ന് 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 ചെയ്യാണ് ഹർഷക്കുട്ടി എഴുന്നേൽക്കുന്നതിന് മുന്നേ. അപ്പത്തേക്കും വിശപ്പിന്റെ വിളി എവിടുന്നാന്ന് അറിയില്ല വന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ വിചാരിച്ച് ചായ കടുപ്പത്ത് വെച്ച് ചായ തിളയ്ക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ ഞാന്. അങ്ങനെ ദാ മത്തനൊക്കെ വെന്ത് വന്നപ്പോ കടുകൊക്കെ താളിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ വെന്ത മത്തനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് അരപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താ ഇതാ നമ്മുടെ മത്തക്കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. മത്തൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. മത്തനും നല്ല ഉണക്ക മീനും നല്ല ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ആഹാ അടിപൊളിയാണ് അല്ലേ. കണ്ടോ, ക്യാമറ കണ്ടപ്പോ അമ്മയ്ക്ക് എന്തോ ഒരു വിനയം, അമ്മ എണീച്ച് നിൽക്കുകയാണ്. രണ്ട് കുട്ടികളുടെ അമ്മയെ ഞാനെന്ന ബോധമൊന്നും എൻ്റെ അമ്മയ്ക്കില്ല കേട്ടോ. രണ്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ടുള്ള നിൽപ്പാണ്. പക്ഷെ ക്യാമറയോട് വല്ലാത്ത ബഹുമാനം. അയ്യോ, വിഷയത്തിൽ നിന്ന് ഞാൻ തെന്നി മാറി. അതാ ഞാൻ പൊന്നുകുട്ടിക്കുള്ള ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യാണ്. ചോറിട്ടു, നല്ല ചമ്മന്തി, ഇത് അമ്മേന്റെ സ്പെഷ്യൽ ചമ്മന്തി ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങ അച്ചാറ്, പിന്നെ നമ്മുടെ മമ്പയർ ഉപ്പേരി, ഒഴിച്ചുകറി മത്തനാണ്. മത്തൻ പൊന്നൂന് വലിയ പിടിയില്ല, എന്നാലും ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. അങ്ങനെ അതാ ടിഫിൻ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ അതൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഇനി ബാക്കി പൊന്നു റെഡിയായി. ഇനിയിപ്പോ എന്ത് റെഡിയാക്കാനാണില്ലേ, ഉച്ചയ്ക്ക് അങ്ങോട്ട് തുറന്ന് കഴിച്ചാൽ മതിയല്ലോ. പൊന്നുകൂട്ടി ഇതാ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പൊന്നു പോയിട്ട് അമ്മ കണ്ടോ എന്തോ ഒരു സങ്കടത്തോട് കൂടി നോക്കി വെക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഈ സങ്കടം എവിടെയായിരുന്നു ആവോ. ഇനി അടുത്ത എൻ്റെ മെയിൻ പരിപാടി ചായ കുടിക്കലാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ നല്ല കട്ടൻ കാപ്പിയും പുട്ടൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കുഴച്ച് നല്ലോണം അടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടാട്ടോ കഴിക്കുക. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തരിപ്പ് കയറിക്കോളൂ കേട്ടോ ഫുഡ്. അത് അമ്മയ്ക്കൊരു ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ ഫുഡ് കഴിക്കാൻ. അങ്ങനെ ദാ ചോറെടുത്തു, കറികളെടുത്തു, പിന്നെ നമ്മുടെ കൊണ്ടാട്ടം മുളക് ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പേരിയും അച്ചാറും ഒക്കെ കൂടി കൂട്ടി നല്ലൊരു സിനിമയും കണ്ട് കഴിക്കുക വിചാരിച്ചിട്ട് നമ്മുടെ അങ്ങനെ ദാ രാവണപ്രഭു സിനിമയാണ് ട്ടോ ഇട്ടിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിൽ ഓരോ ഡയലോഗും കാണാം. ഇത്ര വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം കാണും പോലെ കേട്ടോ എൻ്റെ കണ്ണും തുറച്ചുള്ള ഇരിപ്പ്. അങ്ങനെ ദാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദാ സിനിമയൊക്കെ ഒന്ന് ഫുള്ളായിരുന്നു കണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പൊന്നൂസ് വന്നിട്ട് കരച്ചിൽ തുടങ്ങിട്ടോ. കരച്ചിലിന്റെ കാരണം എന്താ അറിയോ, അമ്മമ്മ എന്നോട് പറയാതെ പോയി. എൻ്റെ അമ്മേനോട് കുട്ടി കുറേ വട്ടം പറഞ്ഞു കേട്ടോ ഇന്ന് പോകരുത് ഇന്ന് പോകരുത് എന്ന്. എൻ്റേതല്ല അമ്മ, അതുകൊണ്ട് അമ്മ അതുപോലെ അനുസരിച്ച്. കുട്ടി പറഞ്ഞതിന് വിപരീതമായിട്ട് അമ്മ അങ്ങോട്ട് വീട്ടിൽ പോയി. പിന്നെ ഒരു വിധത്തിൽ പൊന്നൂസിനെയൊക്കെ സമാധാനിപ്പിച്ച് പൊന്നൂസിനെ ട്യൂഷൻ അങ്ങോട്ട് പറഞ്ഞു വിട്ട്. ഇപ്പോഴാണ് ട്ടോ എൻ്റെ ഹർഷക്കൂട്ടം മഴ കാണുന്നത്. ആശാൻ കൊടയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. കൊട ആർക്കോ വേണ്ടിയിട്ടാണ്, ആശാന് മഴ നനയണം. അങ്ങനെ അത് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി കുറെ മഴയും നനഞ്ഞ് കയറി വന്ന്. ഇനി പൊന്നുകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് അവിലൊക്കെ നനച്ച് വെക്കട്ടെ. അങ്ങനെ ദാ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി അവിലൊക്കെ നനയ്ക്കുകയാണ്. ചായക്കടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ട്ടോ അവില് നനയ്ക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടനോട് ഞാനൊന്ന് വിളിച്ചിട്ട് പറഞ്ഞു ചായക്കടി ഒന്ന് കൊടുത്തു വിടണേന്ന്. ചിലപ്പോൾ കൊടുത്തു വിടുമായിരിക്കും. ആൾക്ക് വീട്ടിൽ വന്ന സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ്, അപ്പൊ എന്തായാലും കൊടുത്തു വിടും. അങ്ങനെ ഞാനിതാ ഹർഷക്കുട്ടനാണ് ട്ടോ അവില് കൊടുക്കുന്ന. ഹർഷ് കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്, ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഇതാ ടി വിയിൽ നമ്മളെ ഡോഗിന്റെ സൗണ്ടും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ വെച്ച് കൊടുത്താൽ ഹർഷ് കണ്ടോളൂ. സോറി, ഡോഗ് അല്ല അല്ലേ, അളിയൻസ് ആയിപ്പോയി, മാറിപ്പോയി, ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അങ്ങനെ ദാ ഏട്ടൻ കൊടുത്തു വിട്ട കടിയൊക്കെ ഞാൻ ഹർഷും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക. പൊന്നൂസിനുള്ള മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹർഷക്കുട്ടി എൻ്റെ അടുത്ത് തട്ടിയിട്ട് പോയി. ഹർഷുവിനോട് ഞാൻ ഒരു കഷ്ണം തരുമോ വെച്ചപ്പോൾ ഹർഷു ഇതൊക്കെ യൂട്ട്നസ് ഇട്ട് വാരി വിതറി ഓടുന്നു. എൻ്റേതായി പോയി കുട്ടി, അല്ലെങ്കിൽ ഞാൻ പിടിച്ച് വാങ്ങി ഞാൻ തിന്നേനെ.
പോട്ടെ കഴിച്ചോട്ടെ. പാവല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടാൻ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണേ. അപ്പൊ ബൈ.